ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ശാലേം പ്രേമിഷിയുടെ ഈ മഹത്തായ ചാനലിൽ കൂടി വീണ്ടും അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ചെയ്ത വൻകൃപകൾക്കായി ഞാൻ ദൈവത്തെ ആദ്യമായി സ്തുതിക്കുന്നു. ഇപ്പോൾ നാം ഇന്ന് പെസക വേടം എല്ലാ ഭവനങ്ങളിലും ക്രിസ്തീയ കുടുംബങ്ങളിലെല്ലാം പെസക വ്യാഗം എന്നുള്ള നമ്മൾ ആചരിക്കുകയാണ്. അപ്പോൾ പെസക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത്. പെസക കുറിച്ച് ചിന്തിക്കുമ്പോൾ പെസകയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ കടന്നുപോകൽ എന്നാണ്. കടന്നുപോകൽ. അപ്പോൾ പെസക എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പായി ഒത്തുകൂടിയ അതിനെക്കുറിച്ചാണ് നമ്മൾ പെസകയാണ് നമ്മൾ അടിസ്ഥാനപ്രകാരം മനസ്സിലാക്കുന്നത്. അപ്പോൾ മർക്കോസിൻ്റെ അധ്യായം അതിൻ്റെ 14-ാം അധ്യായം 45-ാം വാക്യം പറയുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് കടന്നു വന്നത് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് നമുക്ക് വേണ്ടിയാണെന്നാണ് വചനം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നാം വചനം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നു, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ ചുമക്കുവാൻ വേണ്ടി എത്ര കർത്താവ് കടന്നു വന്നുവെന്ന് നാം വചനം പഠിക്കുമ്പോൾ വചനം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യപുത്രൻ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും വചനോടെ പറയുന്നു. അപ്പോൾ നാം ക്രിസ്തീയ വിശ്വാസികളായി നാം ജീവിക്കുമ്പോൾ നാം കർത്താവിൻ്റെ പാത പിന്തുടരേണ്ടിയിരിക്കുന്നു. നാം ഈ പെസക വേഗത്തിൻ്റെ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രൻ ചെയ്തതുപോലെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ ശുശ്രൂഷിപ്പിക്കണം, മറ്റുള്ള ശുശ്രൂഷിപ്പിക്കുന്നതായി തീരണം. നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും, ദൈവസാന്നിധ്യം ഇറങ്ങി വരും. അപ്പോൾ നാം ആദ്യം ഈ പെസക വേഗത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനം, ഈ പെസക ദിനത്തിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്ന് പറഞ്ഞാൽ നാം മറ്റുള്ളവർ ശുശ്രൂഷിപ്പിക്കുന്നവരായിരിക്കണം. കാരണം നാം കടന്നു പോകുമ്പോൾ നാം ഒരു വ്യക്തിയെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആവശ്യം കണ്ടാൽ നാം അവരെ ഒരിക്കലും കടന്നു പോകാനായി പാടില്ല. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഉദാഹരണമായി പറയാം, നമ്മൾ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഉദാഹരണമായി ഒരാൾ റോഡിൻ്റെ സൈഡിൽ വീണ് കിടക്കുകയാണ്. നമ്മളത് കണ്ടിട്ട് കാണാതെ പോകരുത്. കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നാം അത് ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവിൻ്റെ ആ വ്യക്തിയുടെ അടുക്കിലേക്ക് പോയി നാം ആ വ്യക്തിയെ സഹായിച്ചിട്ടേ കടന്നു പോകും. അപ്പോൾ നാം മറ്റുള്ളവർ ശുശ്രൂഷിക്കുന്നതായി തീരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. നമ്മുടെ ഈ ലൂക്കോസിൻ്റെ അധ്യായം പഠിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട്, 22-ാം അധ്യായം 7 മുതൽ താഴോട്ട് നമ്മൾ പഠിക്കുമ്പോൾ, പെസക കുഞ്ഞാടിനെ അറുക്കേണ്ടതിന് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. നിങ്ങൾ പോയി നമുക്ക് പെസക കഴിപ്പാൻ ഒരുക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ പത്രോസിനെയും യോഹന്നാനെയും വിളിച്ചിട്ട് യേശു കർത്താവ് പറയുകയാണ്, പെസക ഒരുക്കുവാൻ വേണ്ടി പറയുകയാണ്. ആ സമയത്ത് കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടിട്ട് കർത്താവ് എന്താണ് വാക്ക് പറഞ്ഞു കേട്ട് പത്രോസും യോഹന്നാനും കടന്നു പോവുകയാണ്. അവിടെ കടന്നു പോകുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കർത്താവ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ പട്ടണത്തിൽ കടത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെട്ട് വരും. ഹല്ലേലൂയ. ഇതാണ് പോയിന്റ്. ഹല്ലേലൂയ. കർത്താവ് ഇവിടെ പറയുകയാണ്, നാം ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു കുടം വെള്ളം നമ്മൾ സമൂഹത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കുമ്പോൾ സ്ത്രീകളാണ് കൂടുതലായും കുടം വെള്ളം ചുമന്നു കൊണ്ടുവരുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് അടയാളമായി പറയുകയാണ്, ഒരു പുരുഷൻ കുടവുമായി കടന്നു വരും. ഹല്ലേലൂയ. അപ്പോൾ എല്ലാം വരവ് കർത്താവ് എല്ലാം അറിയുന്നവനെ നമ്മുടെ കർത്താവ്, നമുക്ക് മുമ്പായി നമ്മുടെ അവസ്ഥകൾ അറിയുന്നവനൊക്കെ നമ്മുടെ കർത്താവ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ പെസക ഒരുക്കുവാൻ വേണ്ടി കടന്നു പോകുമ്പോൾ എന്ത് അടയാളം ചോദിച്ചു പറയുകയാണ്, ഒരു സ്ത്രീയുടെ സ്ത്രീ കടന്നു വന്നാൽ എന്ത് സംഭവിക്കും? അനേക സ്ത്രീകൾ വെള്ളം ചുമന്നുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ കൺഫ്യൂഷനാകും, യോഹന്നാനും പത്രോസിനും കൺഫ്യൂഷനാകും. എന്നാൽ ഇവിടെ കർത്താവ് വ്യക്തമായി പറയുകയാണ്, ഒരു പുരുഷൻ ഒരു കുടം വെള്ളവുമായി കടന്നു വരും. അതിന് നമ്മുടെ കർത്താവ് നമ്മുടെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയുന്ന കർത്താവാണ്. കർത്താവ് അടയാളങ്ങൾ തിരിച്ചറിയുന്ന കർത്താവ് നമ്മുടെ കർത്താവ്. അപ്പോൾ ഇവിടെ പറയുന്നു, നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു കുടം വെള്ളവുമായി ഒരു പുരുഷനും കടന്നു വരും. ആ പുരുഷനോട് നിങ്ങൾ ചോദിക്കുമ്പോൾ ശിഷ്യൻ പെസക ഒരുക്കുവാനുള്ള ശാല എവിടെയെന്ന് നിങ്ങൾ അവനോട് ചോദിക്കണം. അപ്പോൾ അവൻ പറയും, ഹല്ലേലൂയ, നിങ്ങൾ ഒരുക്കേണ്ട സ്ഥലം പെസക എവിടെയാണ് ഒരുക്കേണ്ടതെന്ന് അവൻ കാണിച്ചു തരുമെന്ന് കർത്താവ് അവരോട് സംസാരിക്കുകയാണ്. അപ്രകാരം ഇവിടെ കടന്നുപോയി പത്രോസും യോഹന്നാനും കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് കടന്നുപോയി. ഹല്ലേലൂയ. അതാണ് ഇവിടെ സംഭവിച്ചത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നത്, നമുക്ക് കർത്താവിൻ്റെ വാക്ക് കേൾക്കുവാൻ വേണ്ടി നമുക്ക് മനസ്സില്ല. നാം കർത്താവിൻ്റെ വാക്കിന് അനുസരിക്കുകയാണെങ്കിൽ, കർത്താവ് പറയുന്ന പ്രകാരം നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത് സംഭവിക്കും. ആ അടയാളങ്ങൾ കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നാം പലപ്പോഴും ചിന്തിക്കുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ചിന്തിക്കുന്നത്, കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെന്നാൽ അത് ഉൾക്കൊള്ളുവാനായി അവർക്ക് പലപ്പോഴും കഴിയുന്നില്ല. കർത്താവ് പറയുന്നത് കേൾക്കുവാനായി കഴിയുന്നില്ല. എന്നാൽ ഇവിടെ വചനം പറയുന്നു, കർത്താവ് പത്രോസിനോടും യോഹന്നാനും പറഞ്ഞത്, നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു കുടവുമായി ഒരു വ്യക്തി കടന്നു വരും, ഒരു പുരുഷൻ കടന്നു വരുമെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു. ആ വിശ്വാസം അത്രേ അവിടെ കാണുവാനായി സാധിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ നാമും അങ്ങനെയായിരിക്കണം. നമ്മൾ അപ്രകാരം ജീവിക്കുമ്പോൾ കർത്താവ് വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. നമുക്കൊരു ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നാം കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കുമ്പോൾ കർത്താവിനെ അനുസരിക്കുന്നവരായി ആദ്യമായി ജീവിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ.
അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ 22:47 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്കിവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ സംസാരിക്കുമ്പോൾ ഇതാ ഒരു പുരുഷാരം പന്തിലുള്ളവനായ യൂദ എന്ന അവർക്ക് മുൻപേ നടന്നു വന്നു. ഹല്ലേലൂയ. അവനെ ചുംബിപ്പാൻ അടുത്ത് വന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ഇവിടെ പെസഹ ഒരുക്കുമ്പോൾ ഹല്ലേലൂയ ഇവിടെ അവനെ കാണിച്ചു കൊടുക്കുവാനായ, നേരത്തെ തന്നെ അവനെ കാണിച്ചു കൊടുക്കുവാനായ കർത്താവിന് അറിയുവാൻ സാധിച്ചു. കർത്താവിൻ്റെ കൂടെ നടന്നവർ, ശിഷ്യന്മാരെ നടന്നവർ ആരൊക്കെയാണ് കർത്താവിനെ കുറിച്ച് തള്ളി പറയുന്നത് അല്ലെങ്കിൽ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നവരെ കർത്താവ് നേരത്തെ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. എവിടെ യൂദ കടന്നു വന്നു കർത്താവിനെ ചുംബിക്കുന്നതായി പഠിക്കുന്നു. അതുപോലെ നമ്മുടെ പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ തള്ളി പറയുമെന്ന് പറഞ്ഞു, 3 പ്രാവശ്യം തള്ളി പറയുമെന്ന് പറഞ്ഞു. എന്നാൽ ഒരിക്കലും പത്രോസ് അത് ചിന്തിച്ചില്ല. പത്രോസ് പറഞ്ഞു, ഞാൻ ഒരിക്കലും കർത്താവിനെ തള്ളി പറയില്ലെന്ന് കർത്താവിനോട് തിരിച്ചു പറഞ്ഞു. എന്നാൽ അവസാനം അവിടെ എന്ത് സംഭവിച്ചു? കർത്താവിൻ്റെ വാക്ക് അവിടെ നിറവേറി. കർത്താവ് പറഞ്ഞ വാക്ക് വ്യക്തമായി നിറവേറുകയും ചെയ്തു. കർത്താവിനെ പറഞ്ഞ വാക്ക് പ്രകാരം പത്രോസ്, നീ കോഴി കൂക്കും മുമ്പ്, നാളെ കോഴി കൂക്കുമ്പോൾ 3 പ്രാവശ്യം എന്നെ തള്ളി പറയുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. വചനം പറഞ്ഞതുപോലെ കർത്താവ് പറഞ്ഞു, നീ 3 പ്രാവശ്യം തള്ളി പറയുമെന്ന് പറഞ്ഞു. എന്നിട്ടും ഹല്ലേലൂയ അതോടെ സംഭവിച്ചു. ഇവിടെ പെസഹ ഒരുക്കുന്ന സമയത്ത് കർത്താവ് ഒരു കാര്യം ചെയ്തു. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഹല്ലേലൂയ. ഈ കർത്താവിന് അറിയാമെന്ന് യൂദ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്, പത്രോസ് തന്നെ തള്ളി പറയുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ടും കർത്താവ് ഒരുക്കിയ ഈ പെസഹയിൽ ഹല്ലേലൂയ യൂദായോ പത്രോസിനെ കർത്താവ് മാറ്റി നിർത്തിയില്ല. ഹല്ലേലൂയ. നാം ഒന്ന് ചിന്തിക്കുമ്പോൾ, നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം ചെയ്യുന്നത് എന്താണ്? ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് ആരെങ്കിലും ചെറുതായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ചെറുതായിട്ട് നമ്മെക്കുറിച്ച് എന്തെങ്കിലും മോശമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യും? ഹല്ലേലൂയ. ആ വ്യക്തിയെ പിന്നെ മനസ്സിനുള്ളിൽ ഒരു പക വെച്ചിട്ട് ആ വ്യക്തി എത്രത്തോളം മാറ്റി നിർത്തുവാൻ കഴിയും, ആ വ്യക്തിയെ എത്രത്തോളം ഉപദ്രവിക്കാൻ കഴിയും, അപ്രകാരം നാം ഈ ലോകത്തിലായിരിക്കും നാം ചെയ്യാറുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ കർത്താവിടെ ചെയ്തത് ഹല്ലേലൂയ, കർത്താവ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് അറിഞ്ഞിട്ടും തന്നെ ഒറ്റുകൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും തന്നെക്കുറിച്ച് തന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞിട്ട് പത്രോസിനെയും യൂദായെയും കർത്താവ് കൂടെ നിർത്തി താൻ ഒരുക്കിയ ഉരനിലിരുത്തി. ഹല്ലേലൂയ. അവർക്കും അവിടെ അപ്പവും ഇനി വിളമ്പി വചനം ഇവിടെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അത് നമ്മുടെ കർത്താവ്. നാം അപ്രകാരമായി തീരണം. നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നാം മറ്റുള്ളവർക്ക് ഹല്ലേലൂയ അനുഗ്രഹമായി തീരണം. നമ്മെക്കുറിച്ചൊരു വ്യക്തി പറയും, നാം ക്രിസ്ത്യാനി എന്ന് നാം പറയണമെങ്കിൽ ഹല്ലേലൂയ, ഈ പെസഹ ദിനത്തിൽ നമ്മൾ ക്രിസ്ത്യാനി എന്ന് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് പറയണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നാം കർത്താവ് ചെയ്തതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് എന്തെങ്കിലും ഒരു ശല്യം ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഉപദ്രവിക്കാനല്ല പോകേണ്ടത്. ഹല്ലേലൂയ. നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അത്ര ക്രിസ്ത്യാനിയുടെ മഹത്വം. അപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു വ്യക്തി തനിക്ക് വേണ്ടി ഒരു വ്യക്തിയെ എതിരായി നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരിക്കലും നാം മറ്റുള്ളവർക്ക് ഉപദ്രവമായ രീതിയിൽ പ്രാർത്ഥിക്കാനോ ചിന്തിക്കാനോ പാടില്ല. ഹല്ലേലൂയ. പലപ്പോഴും ഇന്ന് കണ്ടുവരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി വേറെ ക്രിസ്ത്യാനി കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രിസ്ത്യാനിക്ക് വേണ്ടി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ആ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. എതിർ പ്രാർത്ഥന ഒരു പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. ആ പ്രാർത്ഥന ഒരിക്കലും എൻ്റെ ദൈവം കേൾക്കത്തില്ല. ഒരു കർത്താവ് കേൾക്കുന്നത് സത്യസന്ധമായ പ്രാർത്ഥനകൾ മാത്രമേ കർത്താവ് കൈക്കൊള്ളുകയുള്ളൂ. ഹല്ലേലൂയ. ഒരു പരിധിവരെയൊക്കെയും ജനങ്ങളെ മുമ്പോട്ട് അപ്രകാരമുള്ള ജനങ്ങളെ വിട്ടിരിക്കും. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ വരവ് അടുക്കുമ്പോൾ ഹല്ലേലൂയ അപ്രകാരമുള്ള വ്യക്തികളെ കർത്താവ് പിടിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നാം മറ്റുള്ളവർക്ക് എപ്പോഴും അനുഗ്രഹം ചുരുങ്ങുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവ് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ കാണുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് ഇപ്പോൾ കണ്ടുവരാത്തൊരു സംഭവമാണ്. കാരണം പണ്ടത്തെ കാലങ്ങളിലൊക്കെ നമ്മൾ പണ്ടുള്ള സഭകളിലൊക്കെ സംഭവിച്ചുകൊണ്ട് ഒരു കാര്യമാണ്. പരസ്പരം പെസഹ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദിനങ്ങൾ ഓർത്തുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അത് ഇന്ന് ചെയ്യാൻ പലർക്കും മടിയാണ്. കാരണം എന്താണ്? എല്ലാവർക്കും തന്നെക്കാൾ വലിയവൻ, അല്ലെങ്കിൽ താൻ കഴുകുന്ന ആൾ, അല്ലെങ്കിൽ ഇത്ര ഒരു സാധാരണ ഒരു വ്യക്തിയുടെ കാലിൽ ഞാൻ കഴുകണം, ഞാൻ ആരാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കണം. എന്നാൽ കർത്താവിൻ്റെ സ്നേഹം വരുമ്പോൾ നാം അതൊക്കെ കടന്നു വരേണ്ട സമയം ആസന്നമായിരിക്കും. നാം കർത്താവിൻ്റെ സ്നേഹം ആയിരിക്കുമ്പോൾ ഈ പെസഹ ദിനത്തിൽ ഓർമ്മിക്കേണ്ടത് നാം മറ്റുള്ളവർ ശുശ്രൂഷിക്കുന്നവരായിരിക്കണം. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ പാദം കഴുകി അവർക്ക് പാദം കഴുകി കൊടുത്തിട്ട് നമ്മൾ വചനം പഠിക്കുമ്പോൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നാമും അപ്രകാരമായി തീരണം. നാം അപ്രകാരമായി തീരുമ്പോൾ, കാരണം നാം മറ്റുള്ള ശുശ്രൂഷകരായി തീരുമ്പോൾ, മറ്റുള്ള ശുശ്രൂഷ ചെയ്യുമ്പോൾ, നമ്മൾ പാദ ശുശ്രൂഷ ചെയ്യുമ്പോൾ നാം അവരുടെ മുന്നിൽ താഴുകയാണ്. അപ്പോൾ നാം അവരുടെ മുമ്പിൽ താഴുമ്പോൾ ഹല്ലേലൂയ കർത്താവ് നമ്മളെ ഉയർത്തും. അതത്ര നമ്മൾ എത്രത്തോളം കർത്താവിന് നല്ല താഴുന്നുവോ അത്രത്തോളം നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകും. അതാണ് നാം ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം. ഈ പെസഹ ദിനത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, നാം കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവാൻ വേണ്ടി പഠിക്കണം. ഹല്ലേലൂയ. എത്രത്തോളം നിങ്ങൾ താഴുന്നുവോ അത്രത്തോളം നിങ്ങളെ ഉയർത്തും. അതത്രേ ഇന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം. അതുപോലെ യോഹന്നാന്റെ അധ്യായത്തിന്റെ 13-ാം അധ്യായം 35-ാം വാക്യം പറയുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഹല്ലേലൂയ. ഇവിടെ യോഹന്നാന്റെ അധ്യായം പറയുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഹല്ലേലൂയ. അപ്പോൾ നാം ക്രിസ്ത്യാനികൾ എന്ന് അറിയണമെങ്കിൽ നാം തമ്മിൽ സ്നേഹിക്കണം. സഭയിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ, ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ, നമ്മുടെ കൂട്ടുകുടുംബമായിരിക്കുമ്പോൾ നാം തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം. നാം തമ്മിൽ പാര വയ്ക്കുന്നവരായി തീരരുത് ഒരിക്കലും. ഹല്ലേലൂയ. നാം ഒരിക്കലും മറ്റുള്ളവർക്ക് നമ്മെ കൊണ്ട്
ഉപദ്രവം ഉണ്ടാക്കരുത്. ഹല്ലേലൂയ. അപ്രകാരം നാം ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യങ്ങൾക്കും ഒരു മുട്ടിനും കർത്താവ് ഹല്ലേലൂയ ഒരു ആവശ്യങ്ങളും മുട്ടുവരത്തില്ല. അപ്രകാരം നമ്മളെ കർത്താവ് മുന്നോട്ട് കൊണ്ടുപോകും. ഹല്ലേലൂയ. നമ്മൾ എന്ത് തന്നെ ആവശ്യപ്പെട്ടാലും കർത്താവ് നമ്മുടെ കയ്യിൽ തരും. ഹല്ലേലൂയ. നാം കർത്താവിനെ പോലെ കർത്താവ് പറഞ്ഞതുപോലെ വചനാടിസ്ഥാനപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെയും ഈ പെസഹ ദിനത്തിൽ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ. അപ്പോൾ നാം പെസഹ ദിനത്തിൽ ഒരേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഹല്ലേലൂയ, നമ്മൾ ഇന്ന് മുതൽ ഈ പെസഹ ദിനത്തിൽ തീരുമാനമെടുക്കുകയാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം. പരസ്പരം സ്നേഹിക്കണം. ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്ന, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും പകയുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ആ കർത്താവിൻ്റെ സ്ഥലത്ത് നിങ്ങൾ തീരുമാനമെടുക്കണം. ഈ പെസഹ ദിനത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് ഞാൻ ഇന്ന വ്യക്തിയോട് ഞാൻ ഇതുവരെ പിണങ്ങിയിരുന്നു, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയോട് ഞാൻ ഇതുവരെ പക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഇന്ന് തീരുമാനമെടുക്കുകയാണ്. ഞാൻ ഇന്ന് മുതൽ മാറ്റം സംഭവിക്കാൻ, എൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കുകയാണ്. അപ്രകാരം നിങ്ങൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ നിശ്ചയമായി പെസഹ ദിനത്തിൽ നിങ്ങളെ എൻ്റെ കർത്താവ് വിടുവിക്കാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ വർഷങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്ത എന്തോ സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായിരിക്കാം. ചില വർഷങ്ങളായി നിങ്ങൾ കരഞ്ഞിട്ട് സംഭവിക്കാത്ത വിഷയമായിരിക്കാം. എന്നാൽ ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ആരെയോ മാറ്റി നിർത്തി, നിങ്ങൾ സ്നേഹിക്കേണ്ടവർ മാറ്റി നിർത്തിയത് കൊണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാത്തത്. ഇന്നിപ്പോൾ ഈ പെസഹ ദിനത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുവാൻ, ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കാം. ഞാൻ ഇനി ഒരു വ്യക്തിയെക്കുറിച്ചും ഒരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആ വ്യക്തിക്കെതിരമായി ചിന്തിക്കത്തില്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ പ്രവർത്തിക്കത്തില്ല. അപ്രകാരം ഒരു തീരുമാനം നമുക്ക് എടുക്കാം. ഹല്ലേലൂയ. എടുക്കുകയാണെങ്കിൽ ഈ പെസഹ ദിനത്തിൽ നിങ്ങളെ കർത്താവ് വളരെയധികം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നില്ല മാത്രമേ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. നിശ്ചയമായി നിങ്ങളെ കർത്താവ് വിടുവിക്കാൻ പോകുന്ന ഈ പെസഹ ദിനത്തിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കും. നിങ്ങൾ സ്നേഹിക്കുന്നവർ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് പരസ്പരം തീരുമാനമെടുത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ തീരുമാനമെടുക്കണം. ഞാൻ ഇന്ന് മുതൽ കർത്താവിൻ്റെ സ്ഥലത്ത് ഞാൻ ഇതുവരെ ജീവിച്ചതുപോലെയല്ല, ഞാൻ കർത്താവ് സ്നേഹിച്ചപ്പോൾ, കർത്താവ് മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനോട് കടന്നു വന്നതുപോലെ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതുപോലെ ഞാൻ ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കുകയാണ്. കർത്താവിൻ്റെ സ്ഥലത്ത് ഞാൻ മടങ്ങി വരികയാണ്. ഞാൻ മടങ്ങി വരുവാൻ തയ്യാറാണ്. അപ്രകാരം നിങ്ങൾ തീരുമാനമെടുക്കുകയാണ്. നിശ്ചയമായും ഇന്ന് എൻ്റെ കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന പകൽക്കാലമാക്കി ഈ പെസഹയെ തീർക്കുവാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ കർത്താവേ, ഈ നല്ല സമയത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന അപ്പച്ച, ഈ സമയം കർത്താവേ ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. അപ്പൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. അപ്പൻ മുന്നോട്ട് നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പെസഹ ദിനത്തിൽ കർത്താവേ ഞങ്ങളുടെ മക്കൾ പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികളായി തീരുവാൻ തക്കവണ്ണം, അന്യോന്യം പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം, അതായത് ജീവിതത്തിൽ കർത്താവ് എന്തെങ്കിലും കൈപ്പായ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതെടുത്ത് മാറ്റിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുത്തുകൊണ്ട് ഈ പെസഹ ദിനത്തിൽ അവർ കർത്താവെ കർത്താവിനോട് ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗമേ ഒരുക്കുവാൻ പോകുന്ന നന്ദിയപ്പ. സകല മഹത്വവും സകല പുകഴ്ചയും കുറിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.